ഡിഡ്വ ചുഴലിക്കാറ്റിൽ ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരണം 100 കടന്നു. ശ്രീലങ്കയുടെ മധ്യ കിഴക്കൻ മേഖലകളിലാണ് ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ചത്. ശ്രീലങ്കയിലെ 20 ജില്ലകളിലെ 2 ലക്ഷത്തോളം പേരെ മഴക്കെടുതികൾ ബാധിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. മനേഷ് മൂർത്തിയുണ്ട് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, ഈ ശ്രീലങ്കയിലെ നിലവിലെ സ്ഥിതി എന്താണ് മനേഷ്? ഉന്മേഷ 100-ലധികം പേർ മരിച്ചു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഇന്നലെ 56 സ്ഥിരീകരിച്ച മരണങ്ങൾ ഇന്നലെ കൃത്യമായ കണക്കുകൾ അവിടെ സർക്കാർ പുറത്തുവിട്ടിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ രാവിലെ ആവുമ്പോഴേക്കും 100-ലധികം പേർ മരിച്ചിട്ടുണ്ട്. 51 പേരെ കാണുന്നില്ല എന്നുള്ളതാണ് സർക്കാർ ഔദ്യോഗികമായി പറയുന്നത്. വലിയ തോതിലുള്ള മഴയും അതുപോലെ തന്നെ മണ്ണിടിച്ചിലുമാണ് ശ്രീലങ്കയിലെ അവസ്ഥ ഇത്രയധികം ഒരു ദുരന്തമായി മാറാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഒരു കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതും അവിടെ നിന്നും ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് പൂർണ്ണമായും തന്നെ പിൻവാങ്ങുന്ന ഒരു നിലയുണ്ട്. അത് തമിഴ്നാട് തീരത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്. 1000-ഓളം വീടുകളാണ് പൂർണ്ണമായോ ഭാഗികമായോ അവിടെ തകർന്നിരിക്കുന്നത്. അങ്ങനെ ശ്രീലങ്കയിലെ ഒരു വലിയ മേഖലയിൽ തന്നെ കാര്യമായ അർത്ഥത്തിലുള്ള ദുരന്തം വിതച്ചാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഇപ്പോൾ തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നത്. അതിന്റെ മാറ്റങ്ങളെല്ലാം തന്നെ ചെന്നൈയിൽ ഉൾപ്പെടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോൾ 5 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കടലൂർ മുതൽ ചെന്നൈ തിരുവള്ളൂർ വരെയുള്ള ജില്ലകളിലെല്ലാം, അതായത് തീരദേശ മേഖലയിലുള്ള ജില്ലകളിലെല്ലാം തന്നെ ഇന്നിപ്പോൾ അലർട്ടുണ്ട്. 5 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. 14 ജില്ലകളിൽ, ചെന്നൈ ഉൾപ്പെടെയുള്ള 14 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ദുരന്ത നിവാരണം അല്ലെങ്കിൽ കാറ്റിനെ നേരിടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൃത്യമായി പുരോഗമിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാം സജ്ജമാണെന്നുള്ളതാണ് ഇന്നലെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തമിഴ്നാട് തീരത്തേക്ക് എത്തുന്നു. നാളെ പുലർച്ചെ 30-ന് പുലർച്ചെയാണ് തമിഴ്നാടിന്റെ വടക്കൻ തീരത്ത് ഈ കാറ്റ് കരതൊടുക. ഉന്മേഷ്. ശരി, മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.